Hi, welcome to Lash Class. BA English first semester Introduction to the World of Literature പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ, ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടോ തീമാറ്റിക് ആയിട്ടോ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സിനും ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എക്സാമിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നമുക്ക് 3 സെക്ഷനിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ. ആദ്യം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസിനകത്ത് 3 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. 24 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ 24 മാർക്ക് ലഭിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെ മുകളിൽ 1, 2 അല്ലെങ്കിൽ അര മാർക്കൊക്കെ മിസ്സാവുന്ന സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തുകൊണ്ട് പരമാവധി സീലിങ്ങിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എലാബറേറ്റ് വാട്ട് ദ സ്പീക്കർ ഓഫ് ദ പോയം വാട്ട് ഹീ സെഡ് മീൻസ് ബൈ ദ വേൾഡ്സ് ഡിമാൻഡ്സ്. വാട്ട് ഹീ സെഡ് എന്നുള്ള പോയത്തിനകത്ത് ദ വേൾഡ്സ് ഡിമാൻഡ്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ പോയത്തിനകത്ത് കാണുന്നുണ്ട് റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള പ്രാക്ടിക്കൽ ലിവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഈ വേൾഡ്സ് ഡിമാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then, what is the promise of the speaker in the poem, a red rose, regarding the duration of their love? ഇനി റെഡ് റോസ് എന്ന് പറയുന്ന പോയത്തിനകത്ത് അവരുടെ പ്രണയത്തിൻ്റെ ഒരു ഡ്യൂറേഷനെ കുറിച്ചിട്ട് എന്ത് പ്രോമിസാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ഇറ്റേണൽ ലവ് എന്നുള്ളൊരു പ്രോമിസാണ് കൊടുക്കുന്നത്. ഇറ്റേണിറ്റി, അനശ്വര കാലത്തേക്കുള്ള പ്രണയം എന്നാണ് പറയുന്നത്. അതിന് ഈ സീസ് ഡ്രൈ അപ്പ്, കടലെല്ലാം വറ്റി വരളുന്ന കാലം വരേക്കും, അതുപോലെ തന്നെ റോക്സ് മെൽറ്റ്, ഈ സൂര്യപ്രകാശമേറ്റ് പാറകളെല്ലാം ഉരുകുന്ന കാലം വരേക്കും ഒക്കെ ഞാൻ നിന്നെ പ്രണയിക്കുമെന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു ഇറ്റേണൽ ലവ് അല്ലെങ്കിൽ അനശ്വര കാലത്തേക്കുള്ള പ്രണയം എന്ന രീതിയിലാണ് പറയുന്നത്. Then, what emotions are associated with the color grey in the poem Before You Came? Before You Came എന്ന പോയത്തിനകത്ത് ഗ്രേ കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഗസ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് സോറോ, എംപ്റ്റിനെസ്, ലോങ്ങിങ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ദുഃഖം, അതുപോലെ തന്നെ വിരഹം, കാത്തിരിപ്പ് തുടങ്ങിയിട്ടുള്ള വികാരങ്ങളാണ് ഈ ഗ്രേ കളറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. Then, describe the dream of the lovers in സ്തന്തസ്വാമി. സ്തന്തസ്വാമി എന്ന് പറയുന്ന പോയത്തിനകത്ത് ആ ഒരു ലവേഴ്സിൻ്റെ ഡ്രീം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു സിമ്പിൾ ലൈഫിൻ്റെ ഡ്രീമാണ് നമ്മൾ കാണുന്നത്. ഒരു ഹില്ലിന് മുകളിലുള്ള ഒരു ഹൗസ്, അവിടെ അവരുടെ ഗാർഡൻ, വെജിറ്റബിൾസ്, അവിടെ അവർ കിച്ചണിൽ ഇങ്ങനെ പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സിമ്പിൾ ലൈഫിൻ്റെ ഡ്രീമാണ് അവിടെ ആ കപ്പിളിന് ഉള്ളത്. Then, in whose hands lies the opportunity of defeating the enemy? ഇനി ടാക്ടിക്കൽ ഡിസ്പോസിഷൻ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഒരു എനിമിയെ തോൽപ്പിക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി ആരുടെ കയ്യിലാണുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൽ പറയുന്നത് എനിമിയെ തോൽപ്പിക്കാനുള്ള അവസരം എനിമിയുടെ കയ്യിൽ തന്നെയാണ് എന്ന രീതിയിലാണ്. കാരണം അവിടെ എനിമിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് നമുക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. Then, what was the name of ടോട്ടോ ചാൻസ് ന്യൂ സ്കൂൾ? ടോട്ടോ ചാൻ്റെ പുതിയ സ്കൂളിൻ്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ടോമോ ഗാക്കുവൻ എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. അവിടെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നതെന്ന് ആ ചാപ്റ്ററിൽ പറയുന്നു. Then, explain why Maria Ressa was arrested. ഇനി മരിയ റെസ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അവർ സൈബർ ലിബൽ അല്ലെങ്കിൽ ഇങ്ങനെ സൈബർ പ്ലാറ്റ്ഫോമുകളിലൂടെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി എന്ന പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരെ സൈലൻസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. അവർ ഈ ഭരണകർത്താക്കളെയും അവരുടെ അഴിമതിയൊക്കെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ സൈലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവർ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. Then, what was Wolfgang Schäuble's solution for Greece's issue of tax evasion? ഇനി ഗ്രീസിൻ്റെ ഈ ഒരു ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വോൾഫ്ഗാങ് ഷൂബിൾ എന്ത് ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ജർമ്മൻ ടാക്സ് ഇൻസ്പെക്ടേഴ്സിനെ അയക്കാം എന്നാണ് പറഞ്ഞത്. ഈ ഷൂബലിൻ്റെ നാട്ടിൽ നിന്നുള്ള ടാക്സ് ഇൻസ്പെക്ടേഴ്സിനെ ഗ്രീസിലേക്ക് അയക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടാക്സ് വെട്ടിപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ കൊടുക്കാമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സജഷനായിട്ട് പറയുന്നത്. ദെൻ,
ഹൗ ഡസ് റീനാക് റിയാക്ട് ടു ദ എവിഡൻസ് ഓഫ് പ്രസൻറ്റഡ് ബൈ സിസ്കോ? ഇനി സിസ്കോ പ്രസൻറ്റ് ചെയ്യുന്ന എവിഡൻസിനോട് റീനാക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നമ്മുടെ പെയിൽ മൂൺ ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ അതൊരു ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ് അല്ലെങ്കിൽ കൃത്രിമ തെളിവാണ് എന്ന് കണ്ടുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് റീനാക്ക് പ്രതികരിക്കുന്നതായിട്ടാണ് ആ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. Then, how does the speaker in the poem Intro perceive the end of the relationship? ഇനി ഇൻട്രോ എന്ന് പറയുന്ന പോയത്തിനകത്ത് അവരുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബ്രേക്കപ്പിനെ എങ്ങനെയാണ് പോയറ്റ് കാണുന്നതെന്ന് ചോദിക്കുന്നു. പോയറ്റ് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ബ്രേക്കപ്പ് ആയത് നന്നായി, ഇപ്പോൾ എനിക്ക് ഒരു മീ ടൈമിന് അല്ലെങ്കിൽ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ടൈമൊക്കെ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന രീതിയിൽ അതിൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ് ആ പോയറ്റ് കാണുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നു. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളാണ്, 36 മാർക്കാണ് സീലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിലൊക്കെ 2-3 മാർക്ക് മിസ്സാവുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സീലിങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ രീതി വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദ 5 എലിമെൻറ്റ്സ് ഓഫ് ദ മിലിറ്ററി മെത്തേഡ്. ടാക്ടിക്കൽ ഡിസ്പോസിഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് മിലിറ്ററി മെത്തേഡിൻ്റെ 5 എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. നമ്മൾ അതിനകത്ത് മെഷർമെൻറ്റ്, എസ്റ്റിമേഷൻ, കാൽക്കുലേഷൻ, ബാലൻസിങ്, വിക്ടറി എന്നീ 5 എലിമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതിയാവും. Then, evaluate how Gandhiji viewed war as a curse to humanity. ഇനി ടു എവരി ബ്രിട്ടൺ എന്നുള്ള ചാപ്റ്ററിനകത്ത് ഗാന്ധി എങ്ങനെയാണ് യുദ്ധത്തെ മാനവരാശിയുടെ ഒരു ശാപമായിട്ട് കാണുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്കത് ജനറലായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സഫറിങ്, പ്രത്യേകിച്ചും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ അപ്പുറത്തേക്ക് നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സഫറിങ്, യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു ഡീഹ്യൂമനൈസേഷൻ, മനുഷ്യർ മൃഗങ്ങളെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം, ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗാന്ധി യുദ്ധത്തെ ഒരു ശാപം എന്ന രീതിയിൽ കാണുന്നതിന് കാരണമായിട്ട് വരുന്നത്. ദെൻ Maria Ressa envisions a world of peace and trust. Examine the ways in which journalists can contribute to realizing this vision. ഇനി മരിയ റെസയുടെ സമാധാനത്തിലും വിശ്വാസ്യതയിലുമുള്ള ഒരു ലോകത്തിൻ്റെ സങ്കല്പത്തിനകത്ത് ജേർണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്ന രീതിയിലാണ് പറയുന്നത്. പ്രധാനമായിട്ടും എത്തിക്കൽ റിപ്പോർട്ടിംഗ്, ഈ ഒരു റീച്ചിന് വേണ്ടിയും എൻഗേജ്മെൻറ്റിന് വേണ്ടിയും സെൻസേഷണലൈസ് ആയിട്ടുള്ള ഈ വാർത്തകൾ, വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് പകരമായിട്ട് സത്യസന്ധമായ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയണമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. എങ്കിലാണ് ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളോടൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. ജനങ്ങൾ തന്നെ ഈ മാധ്യമങ്ങളിൽ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഭരണകർത്താക്കളെ വിമർശിക്കുന്നതിനോ അഴിമതി തുറന്നു കാണിക്കുന്നതിനോ ഒന്നും ഒരു സാഹചര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് മിസ്ഇൻഫോർമേഷൻ ഒഴിവാക്കണം, മിസ്ഇൻഫോർമേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നൊരു അവബോധം ജനങ്ങൾക്ക് കൊടുക്കണം എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. Then, elaborate on the idea of democracy as discussed in The Hill We Climb by Amanda Gorman. ഇനി ദ ഹിൽ വി ക്ലൈംബ് എന്ന പോയത്തിനകത്ത് ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള എന്തൊരു ആശയമാണ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നു. നമ്മളതിൽ പ്രധാനമായിട്ടും ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു അൺഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഇമേജറിയാണ് കാണുന്നത്. അത് ജനാധിപത്യം ഇപ്പോഴും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് ഡെവലപ്ഡ് ആയിട്ടില്ല. നമ്മളിപ്പോഴും ആ ഒരു ജനാധിപത്യത്തിൻ്റെ രൂപത്തിലേക്കുള്ള യാത്രയിലാണ്. അതിനുവേണ്ടി നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. നമ്മൾ കാര്യമായിട്ട് പ്രയത്നിച്ചിട്ടാണ് നമുക്ക് ജനാധിപത്യത്തെ ആ ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുക. അതിന് സ്വാഭാവികമായിട്ട് യൂണിറ്റി വേണ്ടി വരും. ജാതി, മത, വർണ്ണ, ലിംഗഭേദമില്ലാതെ ആളുകൾ ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമുക്കങ്ങനെ ജനാധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുക എന്നൊക്കെയാണ് ആ ഒരു പോയറ്റിനകത്ത് പറയുന്നത്. ദെൻ ഡിസ്കസ് ദ റോൾ ഓഫ് ഡാർക്ക് ഹ്യൂമർ ഇൻ സോഫി ഹന്നാസ് ആൻഡ് ഇയാൻ റാങ്കിൻസ് ടിറ്റർ ഫിക്ഷൻ. ഈ ടിറ്റർ ഫിക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 2 സ്റ്റോറിക്കകത്തുള്ള ഡാർക്ക് ഹ്യൂമറിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സോഫിയുടെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒരു ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ആളുകൾക്ക് സംഭവിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ 15ാമത്തെ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള കാര്യം 15ാമത്തെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്ക് സംഭവിക്കുന്നു എന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഇയാൻ്റെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ജോ ഹിറ്റ് ദ ഫ്ലോർ എന്നുള്ള ഒരു ഫ്രേസാണ് അവിടെ ആംബിഗ്യസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ജോ ഹിറ്റ് ദ ഫ്ലോർ
റോർ എന്ന് പറയുന്നത് നമ്മളിതിന് വാ വിളിച്ചു പോയി, അമ്പരന്ന് പോയി എന്നുള്ളതിൻ്റെ ഒരു മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. എന്നാൽ ഇവിടെ അത് അയാളുടെ തല വെട്ടിയിട്ട സമയത്ത് അയാളുടെ ഈ താടി നിലത്ത് മുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ രണ്ടിലും ഒരു വയലൻസിലൂടെയാണ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിസ്കോ ആൻഡ് ഗരാക്ക്. നമുക്ക് പെയിൽ മൂൺ ലൈറ്റിൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിനകത്ത് സിസ്കോയുടെയും ഗരാക്കിൻ്റെയും ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നു. സിസ്കോയുടെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത് ഒരു ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നീതിബോധമുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ ഇനീഷ്യലി റിലക്റ്റൻറ്റ് ടു ഡിസെപ്ഷൻ. അയാളുടെ ഒരു യുദ്ധത്തിൽ ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ചതി ചെയ്യേണ്ടി വരുന്നുണ്ട്, കൃത്രിമ തെളിവ് ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ അയാൾക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിളൊക്കെ അയാൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രേറ്റർ ഗുഡ്, പൊതു നന്മ കണക്കാക്കിക്കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അയാൾ തയ്യാറാവുന്നത്. എന്നാൽ ഗരാക്കിൻ്റെ ക്യാരക്ടറിൽ നമ്മളൊരു പ്രാഗ്മറ്റിസ്റ്റിനെയാണ് കാണുന്നത്. ഒരു അവസരവാദി എന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രായോഗികവാദി എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ കാണുന്നത്. അയാൾ ഡിറ്റാച്ച്ഡ് ആണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ ഒരു ധാർമ്മിക ബോധത്തെക്കുറിച്ചിട്ടൊന്നും അയാൾ ബോധേഡല്ല. വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഈ ഗരാക്കിനെ ഇതിനകത്ത് കാണുന്നത്. Then, what does the Twilight phenomenon reveal about contemporary popular culture? ഇനി ഈ ട്വൈലറ്റ് സാഗ, ആ ഒരു നോവല്, സിനിമയെല്ലാം ഇങ്ങനെ പോപ്പുലർ ആവുന്നത് നമ്മുടെ ഒരു കണ്ടംപററി കൾച്ചറിനെ കുറിച്ചിട്ട് എന്ത് ചിത്രമാണ് തരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കാണുന്നത് ഈ പ്രധാനമായിട്ടും സൂപ്പർ നാച്ചുറൽ എലിമെൻസിനോടുള്ള ആളുകളുടെ ഒരു താല്പര്യം, അത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു എസ്കേപ്പിസം, സമൂഹത്തിനകത്ത് ഇങ്ങനെ ആകെ ആളുകൾ മടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു പ്രേരണ അതിനകത്ത് കാണാൻ നമുക്ക് പറയാം. അതുകൂടാതെ തന്നെ അമേരിക്കൻ ഡ്രീമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിനകത്ത് വാമ്പയേഴ്സ് എല്ലാം തന്നെ ഇങ്ങനെ ഹൈ ക്ലാസ് ലൈഫ് നയിക്കുന്ന ആളുകളായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ അമേരിക്കൻ ഡ്രീം കൾച്ചറിനോടുള്ളൊരു താല്പര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാമെന്ന് പറയാം. ദെൻ why did Chrissy say that her father was wrong about everything? നമുക്ക് ക്യൂനി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്സി ഈ ക്യൂനി അവരുടെ വീട്ടിലേക്ക് ഒരു സ്റ്റെപ്പ് സിസ്റ്ററായിട്ട് വരുന്ന സമയത്ത് ഫാദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫാദർ പറഞ്ഞിരുന്നത് ഒരു സിബിലിംഗ് റൈവലറിയെ കുറിച്ചിട്ടാണ്. സാധാരണഗതിക്ക് സഹോദരിമാർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പ്രത്യേകിച്ചും ഒരു സ്റ്റെപ്പ് സിസ്റ്ററാണ്. അതായത് ഇങ്ങനെ രണ്ടാം അമ്മയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെന്ന രീതിയിൽ അത്തരത്തിലുള്ള വഴക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ആ സമയത്ത് ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത് എന്നൊക്കെയാണ് ഫാദർ പറഞ്ഞിരുന്നത്. പക്ഷെ ഫാദർ റോങ് ആണെന്ന് പറയാൻ കാരണം ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള വഴക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. മറിച്ച് ഇവർ തമ്മിൽ വളരെ സ്നേഹത്തോടു കൂടി, വളരെ അടുപ്പത്തിൽ കൂടി ഒരു ബന്ധം ഉണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫാദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 2 ചോദ്യങ്ങളാണുള്ളത്, ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ചോദ്യത്തിൽ വരുന്നത് The Second World War changed the life of Toto-chan incomparably. Discuss the impact of war on the life of Toto-chan. ഈ രണ്ടാം ലോക മഹായുദ്ധം ടോട്ടോ-ചാൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിനകത്ത് അറിയാവുന്നത് ഈ ഒരു ലോസ് ഓഫ് ചൈൽഡ്ഹുഡ്, ചെറിയ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഒരു നിഷ്കളങ്കതയും അത്തരം കൗതുകങ്ങളുമെല്ലാം ചെറുപ്പത്തിൽ തന്നെ അവസാനിക്കുന്നു. എത്ര ക്രൂരമാണ് ഈ ലോകം എന്നുള്ളൊരു കാര്യം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നു. പിന്നെ അവരുടെ എഡ്യൂക്കേഷനെ അത് ബാധിക്കുന്നു. സ്കൂൾ തകരുന്നു, സ്കൂളിൽ നിന്ന് പോകേണ്ടി വരുന്നു. പിന്നെ ഒരു റെഫ്യൂജി ആവുന്നു, അഭയാർത്ഥിയായിട്ട് അഭയാർത്ഥി ക്യാമ്പിലൊക്കെ പോയി താമസിക്കേണ്ടി വരുന്നു. അത്തരത്തിൽ ഏറെക്കുറെ അവരുടെ കുട്ടിക്കാലം തന്നെ, കുട്ടിക്കാലത്തിൻ്റെ ഒരു നിഷ്കളങ്കതയും കൗതുകവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു ലോകത്തിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മുഖം അവർ കാണേണ്ടി വരുന്നു. പിന്നെ അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് കാണുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത് ഡിസ്കസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യൂനി ആൻഡ് ദ നരേറ്റർ. ക്യൂനിയും നരേറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ അവർ തമ്മിൽ കാണുന്നത്. തുടക്കത്തിൽ അവർ തമ്മിൽ വളരെ ക്ലോസ് ആണ്, വളരെ അടുപ്പത്തിൽ സ്നേഹത്തിൽ നമ്മൾ കാണുന്നു. പക്ഷെ പിന്നീട് അവർ ഡിസ്റ്റൻ്റ് ആവുന്നു, ഒരു അകൽച്ച വരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
ഇനി ഈ ഒരു സമയത്തും നമ്മുടെ ക്രിസിയാണ് ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, ഇതിന് കത്തുകൾ എഴുതുകയും അതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അവസാനം വരേക്കും ഈ ഒരു ക്യൂനിയെ കുറിച്ചിട്ട് നമ്മുടെ ക്രിസി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ക്യൂനിയിൽ കാണുന്നത്. ഡിറ്റാച്ച്ഡ് ആയിട്ട് ക്രിസി ക്യൂനിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് പോലും വീട്ടുകാരുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമില്ല, പഴയ കാര്യങ്ങൾ അങ്ങനെ ഓർക്കുന്നൊന്നുമില്ല, ആൾ മാറി, ക്യാരക്ടർ ആകെ മാറി എന്ന രീതിയിലാണ് ക്യൂനിയെ കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. തുടക്കത്തിൽ അറ്റാച്ച്ഡ് ആയിരുന്നു, പിന്നീട് ഡിസ്റ്റൻ്റ് ആവുന്നു. ക്രിസിയാണ് ഇങ്ങനെ ആ ഒരു ഇമോഷണലായിട്ട് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് നിലനിർത്തുന്നത്. ക്യൂനിയെ സംബന്ധിച്ച് ഡിറ്റാച്ച്ഡ് ആണെന്ന രീതിയിലാണ് നമ്മളതിൽ കാണുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വരുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.